തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. താനെന്താ വൈകിയത്? ഞാൻ എപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ. എടോ, സംഗതി ഫാക്ട് പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ. കൃത്യനിഷ്ഠ പാലിക്കണം. ഞങ്ങളുടെ തൊഴിൽ പോയപ്പോ നേതാവിന് ഒരു തൊഴിലായി. എടോ, താൻ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല. വിളിയണോ മുദ്രാവാക്യം? ധീര വീര നേതാവേ, ധീരതയോട് നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. മിഠായിയാണ് 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 മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്, വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. എന്താ ഒന്നിന് താൻ മുദ്രാവാക്യം വിളിയിടോ. ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ല് ചെല്ല്, ഇവിടെ നാറ്റിക്കണ്ട. ചെല്ല്. വിജയം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം. എന്തായാലും വല്ല രക്ഷയുണ്ടോ? ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു. പോയി നോക്കാം. വിട്. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. വെടിയുടെ മുന്നിൽ എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കിട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയതാ? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കിട്ടും. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നാ ഞാൻ കാണിച്ചേ. നീ കാണിക്കണ നിന്റെ പാന്റ് പിടിക്കണേ. പെണ്ണുകള് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്താ ഉള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി. നിനക്ക് ഇത് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞേ. ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കുറെ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ തനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്കും. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല, ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ, അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നിങ്ങൊന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതൊരു ചിങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൽ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും.
സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ വല്ല പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഇങ്ങനെ അങ്ങനെ തലയേറ്റിയാ മതി. കുറച്ചേ എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരുടെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. നാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ മുഖടിച്ചൊന്നും വീഴല്ലേ. ഓ കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ട് കുളിക്കാണ്ട് കയറി നിരുന്നോ. വെൽക്കം. Hey, look at the furniture, baby. Hi. Hey, rabbit. ഓ എന്തെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ. കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു കണ്ടു. ഏതടാ കൂടെയുള്ള ഐശ്വര്യ റായ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ. അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോവോ? Step in, darling. Thank you. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണുറന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസൂർ എന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ച് കൊടുത്തുട്ട കഴിവ് റമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇവിടെ Please, 1 pizza and 2 cokes. ആരോ ചില്ലോട് കൊടുന്ന് വെച്ച. Anything else? That's enough. Okay. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യേ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് റൂബറുണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനോടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. Oh, poor chap. Give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. ലുക്ക് ഡാർലിംഗ്, ഐ എം ഗിവിംഗ് ഹിം $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടി ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു. തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയെ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ലേ? ഓ, ദേ വരണ്ട്. ഓ, ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്തർവൻ. എന്തെല്ലാം ഇരട്ടിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ, നീയപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ദേ, ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരും. നീ പറഞ്ഞില്ലേടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു.
നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിൽ കൂടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അയ്യോ എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല പല ഓട്ടകൾ അടിക്കാൻ. ഇതാണ് ഏട്ടാ ഇരുട്ടടി ഇരുട്ടടി എന്ന് പറഞ്ഞ? അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരുട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടിപ്പ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ. ആ കിളവന്റെയും ഭാവം കണ്ടു കഴിഞ്ഞാൽ എന്നെ അപ്പൊ തന്നെ ഒരു ചാക്കിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ തോന്നും. അവരെന്താടി തവള കൊടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടുപോവാൻ? മാന്യമര്യാദക്ക് പെണ്ണാലോചിച്ച് വന്നല്ലേ, അതിന് നീ എന്താ എത്ര ചുണ്ടു പിടിക്കണേ? ഒരു പെണ്ണാലോചന. ഇഷാക്കല്ലേ പിശാശ്. വേറെ ആരും കണ്ടില്ല. ഐ ഹേറ്റ്. പണ്ടോട്ടാണ് നോട്ട അസ്ഥാനത്താ. അല്ല, മിനിഞ്ഞാന്ന് വരെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന ചക്കനാണല്ലോ ഇഷാക്ക്. ഇസ്രായേലിൽ പോയപ്പോ അവന് ഇത്ര പെട്ടെന്ന് കേമനായ. എന്തായാലും ഇപ്പൊ കേമനാണല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് വേറെ ആളെ നോക്കണം. എന്റെ ദൈവമേ, ആ ഇഷാക്കിന് എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് ഈ ശല്യത്തിന്റെ പെട്ടിയെടുത്ത് ഇവിടെ ഇവിടുന്ന് കെട്ടിക്കണേ. ചൂട് ചായ ഇരിക്കണേ. ഉപ്പാപ്പോ, ഇഷാക്ക് ഇവിടെ കെട്ടിയ ഒറ്റയടിക്ക് 2 ബാധ ഒഴി. 1, ആ പരട്ടക്കളവൻ ഇവളുടെ ഗ്രിഗറി ഗ്രാൻഡ് പാ. പിന്നെ ഇല്ലാത്ത കള്ളക്കണക്ക് എഴുതി ഉപ്പാപ്പാടെ ചുമര് വൃത്തിയേടാക്കുന്ന ഗ്രിഗറി ഗ്രാൻഡ് പായുടെ ഗ്രാൻഡ് ഡോട്ടർ കിർകിറി. അതെ, കണ്ണു പോലെ കണ്ണിന് വില അറിയൂ. ഞാൻ പോയ കാശ് കിടന്നേരം ഇവിടെ വേറൊരു ജെനിഫർ ഉണ്ടാവില്ല. നീ പോയാൽ ഞാൻ ഇന്റർനെറ്റ് വഴി grigri.com കടം ചോദിക്കും. നീ ആ ഗ്രിഗറിയുടെ പോക്കറ്റിൽ അയാളുടെ പോക്കറ്റിൽ കോപ്പുണ്ടാവും. നീ ഇഷാക്കിന്റെ പോക്കറ്റിൽ നിന്ന് എന്താ കിട്ടണെന്ന് വെച്ചാ അതെടുത്ത് ഇസ്രായേൽ ഷെയ്ക്കിൽ മാറി ഡോളേഴ്സായിട്ട് അപ്പ പൈച്ചെന്നാ മതി. ഇവിടെ പൈസക്ക് ഭയങ്കര ടൈറ്റാടി. ആ പൈസ കിട്ടുമ്പോ ഈ ചെവരക്കൊന്ന് വെള്ളം വലിക്കണം. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്ക്, എന്തെങ്കിലും കാശ് കിട്ടും. ഒഴിക്കണില്ലേ? ആ കുടിക്കായിരുന്ന നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. എടീ, കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചിട്ട് പോടി. ഒരു പെൺകുട്ടി കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചാലേ മാനം ഒടിഞ്ഞു പോകുന്നില്ല. സംഗതി നമ്മൾ കളിയാക്കണ്ടെങ്കിലും കഷ്ടമുള്ള കാര്യം. പാവം. രാവിലെ റൂം എടുത്തപ്പോ രജിസ്റ്റർഡ് മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അപ്പോഴേക്ക് ആ റിസപ്ഷനിലെ പെൺകുട്ടി എക്സ്ക്യൂസ് മീ ആര്യാദേവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചറിഞ്ഞില്ലേ? ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം, നമ്മളിവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടാന്ന്. അനാവശ്യമായ ഫോൺ കോൾസും വിസിറ്റേഴ്സും ഒന്നും വേണ്ട. പൂജ ഇവിടെ? പൂജ അമ്മ, ഷീസ് വെരി നോട്ടി. നമ്മളിവിടെ ടൂർ വന്നതല്ല, അത് ഓർമ്മ വേണം മോക്ക്. ഐ എം സോറി അമ്മ. ഇറ്റ്സ് ഓക്കെ, കം. ഒന്ന് നിന്നേ. ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ രീതി? സോറി, ഞാൻ അറിയാതെ. എന്തോന്നറിയാതെ? ഇതിന്റെ ഉത്തരവാദപ്പെട്ടവരാരാന്ന് വെച്ചാ വിളിച്ചേ? അല്ല, ഇവിടുത്തെ സ്റ്റാഫിനും മാനേഴ്സിനും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും, വിട്ടേക്ക് മാത്തച്ചയാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് ഡ്രസ് എടുത്തിട്ടു, ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി? വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ. സർ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇതൊരു അബദ്ധം. സോറി. സോറി പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. സാധാരണ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. എവിടെ? സർ, അവരറിഞ്ഞാ എന്റെ ജോലി പോവും. പോട്ടെ, അത് ഞങ്ങളും തോന്നും. അവരെ വിളിച്ചിട്ട് എന്നെ കാര്യം. ലീവ് ഇറ്റ് മാത്തനങ്ങൾ. അബദ്ധം പറ്റിയാന്ന് ആ കുട്ടി പറഞ്ഞില്ലേ. ഡോണ്ട് ഹാരാസ് ഹർ.
ഇറ്റ്സ് ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ജെന്നിഫർ. നൈസ് നെയിം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ, കുട്ടി പൊക്കോളൂ. ഓ, ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. അപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥ, ആ 9th ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്താലോ തോന്നി. ഇനി ചാടാൻ പോകുന്നതിന് മുമ്പ് നിന്റെ ക്യാഷ് ബാഗ് മാറ്റി വെച്ചേക്കണേ. വേറെ ആളെ കണ്ടുപിടിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ജീവിക്കണ്ടേ. കോമഡിത്തലയാ. ആ സ്ത്രീ പിന്നെ നല്ല ഡീസന്റ് ആയിട്ട് തോന്നി. ഇയാൾ അറിയോ അവരെ? ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി, ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യദേവി. മോളും ഉണ്ട് കൂടെ, പിന്നെ മാനേജറെ പോലെ തോന്നുന്ന ഒരു കോന്തനും. അവരെന്തിനാ അവിടെ വന്ന് താമസിക്കുന്നത്? ആ, ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട, അവരത്രക്ക് ഡീസന്റ് ഒന്നുമല്ല. ഇനി കണ്ടാ മിണ്ടാനും കിണുങ്ങാനൊന്നും പോണ്ട, മനസ്സിലായോ? ഗുഡ് ഈവനിങ് മാഡം. വാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഈ ഡ്രസ്സില് യു ലുക്ക് മോർ ക്യൂട്ട്. യൂണിഫോമിലും നല്ലതാ കേട്ടോ. ജ്യൂസ് കഴിക്കുന്നോ? അയ്യോ വേണ്ട, ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റും സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള്. അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ. എന്നാലും വേണ്ട. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഷോപ്പിംഗ് ഒരു പേര്. കൂട്ടത്തില് തന്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ, ആ വകയില് ചെറിയൊരു കട ഉണ്ട്. എന്താ? ഈ കുട്ടിയുടെ ഒരു കാര്യം, അത് പോട്ടെ പൂജ. ഒരു തമാശയില്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കിന്ന് കിടന്ന് ഉറക്കം വരില്ല. ആ, എവിടെ പോയാലോ തന്റെ ഹീറോയിനെ ഒന്ന് കാണാൻ പറ്റുക? തനിക്കറിയായിരിക്കുമല്ലേ? കടലി മുങ്ങിയ കപ്പലി പോകണ പാർട്ടിയാ. നോക്കാം. താങ്ക് യു. ബൈ. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ, അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ? തല പുറത്ത് കാണിക്കട്ടോ. ഓ, ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട ഇവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുമില്ല, ടൈം പാസ്. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കെട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? തൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീൻ പിടിച്ചിരുന്നത്? തൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ച് ഇട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കുട്ടി 310 രൂപ.
ആ മറന്നു പിന്നെ ഉണ്ട് 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരുമ എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 വേണ്ടി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യേ. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ അച്ഛനെ നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരി ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ, സ്റ്റിച്ച് പൊട്ടി. പോ.